നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാഹനത്തിൻ്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എങ്ങനെയാണ് കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും പലരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു ക്ലച്ച് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ബ്രേക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്, ആക്സിലേറ്റർ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് പലരും വന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മളെ എങ്ങനെയാണ് ക്ലച്ചിൽ കാല് വെക്കേണ്ടത്, എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടേണ്ടത്, എങ്ങനെയാണ് ബ്രേക്കിൽ കാല് വെക്കേണ്ടത്, അതുപോലെ തന്നെ ആക്സിലേറ്റർ എങ്ങനെയാണ് ചവിട്ടേണ്ടത്, ആക്സിലേറ്റർ എത്രയാണ് കാല് വെക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കും പേടിയാണ് കറക്റ്റായിട്ട് എത്രയാണ് ആക്സിലേറ്റർ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടേണ്ടത്, എവിടെയാണ് കാലിൻ്റെ എവിടെ കൊണ്ടാണ് ക്ലച്ച് ചവിട്ടേണ്ടത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുന്നേ കാണുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ആക്സിലേറ്റർ, അതുപോലെ തന്നെ ഇതാണ് ബ്രേക്ക്, ഇതാണ് ക്ലച്ച്. ABC. നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ക്ലച്ചിൽ കാല് വെക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ വിരലും കൊണ്ട് എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിങ്ങൾ ചവിട്ടരുത്. കാരണം ക്ലച്ച് കറക്റ്റായിട്ട് വിരൽ ചവിട്ടുന്നതുകൊണ്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാതെ വരും. ആ വിരലും കൊണ്ട് ചവിട്ടുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് എന്ന് കറക്റ്റായിട്ട് പേടിയും, അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും, തെറിച്ച് എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്നതൊക്കെ ആ വിരലും കൊണ്ട് ചവിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാരണവശാലും വിരലും കൊണ്ടല്ല നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ട് ഉള്ളതുപോലെ നമ്മുടെ ഈ വിരലിൻ്റെ താഴത്തെ ആ ഒരു ജോയിൻസിൻ്റെ ആ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ക്ലച്ചിൽ കാല് വെക്കുക. കാരണം ആ ക്ലച്ചിൽ അങ്ങനെ കാല് വെച്ചാൽ മാത്രം എന്ത് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ക്ലച്ച് ചവിട്ടിയതിന് ശേഷം നമ്മൾ ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്തും കറക്റ്റായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് ക്ലച്ചിൽ കാലെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ വിരലും കൊണ്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, തെറിച്ച് എടുക്കുന്ന കൂട്ടത്തിൽ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പെട്ടെന്ന് വലിക്കാൻ നോക്കുക. പെട്ടെന്ന് വലിക്കാൻ നോക്കുന്ന സമയത്ത് വണ്ടി ഇടിച്ചിട്ട് ഓഫായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാരണവശാലും വിരലും കൊണ്ടല്ല ചെയ്യേണ്ടത്, ആ കഴുത്തിന്റെ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക. അതുപോലെ തന്നെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ ഗിയറിന്റെ സ്പീഡിനനുസരിച്ച് വേണം. നമ്മൾ ഫസ്റ്റ് ഗിയർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു പേപ്പർ കണത്തിലാണ് എന്ത് ചെയ്യാം, നമ്മൾ നിരപ്പത്ത് നിന്നൊക്കെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. സെക്കൻഡ് ഗിയറിൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 2 പേപ്പറിന്റെ കണക്കായിരിക്കണം. അതായത് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് നോക്കി വേണം എന്ത് ചെയ്യാൻ സെക്കൻഡ് ഗിയറിൽ നിന്ന് കാലെടുക്കാൻ. അപ്പോൾ അതുപോലെ തന്നെയല്ല, മൂന്നാമത്തെ ഗിയർ എന്ന് പറയുമ്പോൾ തന്നെ വണ്ടിക്ക് സ്പീഡ് കൂടി വരികയാണ്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു പേപ്പറോ 2 പേപ്പറോ ആക്കിക്കൊണ്ടിരിക്കരുത്. കാരണം വണ്ടിയുടെ ആ ഒരു സ്പീഡിനനുസരിച്ച് വേണം പിന്നെ തൊട്ട് എന്ത് ചെയ്യാൻ, ക്ലച്ചിൽ നിന്ന് കാല് വലിക്കാൻ. അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലച്ചിൽ നിങ്ങൾ കാലെടുക്കുന്നത് പോലെ ആയിരിക്കരുത് എന്ത് ചെയ്യുന്നത്, ക്ലച്ച് ചവിട്ടും. നമുക്ക് ഗിയർ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും എല്ലാം എന്ത് ചെയ്യണം, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക, എടുക്കുമ്പോൾ മെല്ലെ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കിൽ എങ്ങനെയാണ് കാല് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്തിട്ട് നിങ്ങൾ ഈ വിരലും കൊണ്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഈ വിരലും കൊണ്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ പോയിന്റ് അറിയാതെ വരും. അതും എന്ത് ചെയ്യണം, ആ കഴുത്തിന്റെ ഭാഗം കൊണ്ട്, ഒരു കാരണവശാലും ആ വിരലും കൊണ്ടല്ല കഴുത്തിന്റെ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ബ്രേക്കിലും ഉപയോഗിക്കാൻ. അപ്പൊ ഈ ബ്രേക്കിന്റെ കാല് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബ്രേക്കിലും ആക്സിലേറ്ററിലും നമ്മൾ എന്താ ഒരു കാല് മാത്രം ഉപയോഗിക്കുന്നത്, ഏതാ റൈറ്റിലെ കാല് മാത്രം ഉപയോഗിച്ചാണ് ഈ ബ്രേക്കും ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുവാണല്ലോ ക്ലച്ചിന്റെ കാല് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലെഫ്റ്റ് കാലെടുത്ത് എന്ത് ചെയ്യരുത്, ബ്രേക്ക് ഉപയോഗിക്കരുത്. നമുക്ക് ബ്രേക്കിനും ആക്സിലേറ്ററിനും ഈ റൈറ്റ് കാലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഒരു വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ്. കാരണം രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ബ്രേക്കിന്റെ ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രേക്കിലോട്ട് കാല് വരുന്നുണ്ട്. ബ്രേക്കിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ആവശ്യമുള്ളത്, ആക്സിലേറ്ററാണ്. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കാല് നമ്മൾ ഈ ക്ലച്ചിന്റെ കാല് ഇതുപോലെ വെച്ചിരിക്കുന്ന പോലെ എന്ത് ചെയ്യരുത്, ഇതുപോലെ ഇങ്ങനെ വെക്കരുത്. കാരണം നമുക്ക് ഈ ഒരു കാലം എന്ത് ചെയ്യണം, ഞാൻ പലരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം നിങ്ങളുടെ ഉപ്പൂറ്റി എന്ത് ചെയ്യണം, ഈ താഴെ ഉറപ്പിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഈ ബ്രേക്കിലും ആക്സിലേറ്ററിലും കാല് ഉപയോഗിക്കാൻ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കാല് വെച്ചാൽ വേണ്ടി നിങ്ങൾ ഇങ്ങനെ കാല് വെക്കരുത്. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യണം, ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കാല് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മുടെ കാല് ഇങ്ങനെ തന്നെ ഇരിക്കാവും. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമുള്ളതാണ്. നമ്മുടെ കാല് എന്ത് ചെയ്യുന്നില്ല, ഒരു കാരണവശാലും
ഈ ബ്രേക്കിനും ആക്സിലേറ്ററിനും ഇടയിലൂടെ കറക്റ്റായിട്ട് പോകുന്നില്ല. ഇത് കണ്ടില്ലേ, ഇടയ്ക്കായിട്ട് പോകത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറിയാൽ മതി. അപ്പം ഈ ബ്രേക്കിന്റെ കാലം എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടി നമ്മുടെ താഴെ ഉപ്പൂറ്റി ഉറപ്പിച്ചിട്ട് നിങ്ങൾ നോക്കണം, ഈ രണ്ടിടത്തും നമുക്കിങ്ങനെ കാലെത്തണം. അപ്പം നമ്മളിങ്ങനെ ഈ ബ്രേക്കിന്റെ കാലെടുക്കുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യും, ഈ ഇങ്ങോട്ട് ഈ ആക്സിലേറ്റർ നീക്കുന്ന സമയത്ത് വിരലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ വിരലല്ല കിട്ടേണ്ടത്. നമുക്കപ്പോൾ എന്ത് ചെയ്യണം, ഈ സ്വല്പം കൂടെ അങ്ങോട്ട് സ്വല്പം കൂടെ നീക്കിക്കൊണ്ട് ഈ ബ്രേക്കും ആക്സിലേറ്റർ ഒരേപോലെ കിട്ടത്തക്കോല്. ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇങ്ങനെ കിട്ടത്തക്കോല് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ചരിച്ച് തന്നെ ആക്സിലേറ്റർ കാല് എൻ്റെ ആ കഴുത്തിന്റെ ഭാഗം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിലേറ്റർ കാല് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ നീക്കി വെച്ചിട്ട് നിങ്ങൾ ബ്രേക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ട് പോയി എന്ത് ചെയ്യരുത്, ആക്സിലേറ്റർ വെക്കരുത്. നമ്മുടെ കാല് എപ്പോഴും ഇങ്ങനെ നമ്മളെ ടാറ്റ പോലെ ആയിരിക്കണം. ബ്രേക്കിൽ കാല് വെച്ചു, ആ കാല് നേരെ ആക്സിലേറ്റർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ബ്രേക്കും ആക്സിലേറ്ററും ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ക്ലച്ചിന്റെ കാല് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, കാല് നിലത്ത് ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് വെക്കരുത്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മേളിലോട്ട് പൊക്കിക്കൊണ്ട് നമ്മൾ ഈ താങ്ങി എടുക്കണം. നമ്മളൊരു 2 ദിവസമായോ 3 ദിവസമായോ അല്ലെങ്കിൽ 10 ദിവസമായ കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ എന്തായിരിക്കണം, നമ്മൾ താങ്ങി എടുക്കുന്നത് പോലെ എന്ത് ചെയ്യണം, ഈ താഴത്തെ ഭാഗം പൊക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് എടുക്കുക, അതുപോലെ തന്നെ താക്കുക. അല്ലാതെ ഒരു കാരണവശാലും നിലത്തുപ്പൂറ്റി നമ്മൾ ബ്രേക്കിന് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന പോലെ നിലത്തുപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും വെച്ചോണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ച് ചവിട്ടുകയും അതുപോലെ തന്നെ എടുക്കുകയും ചെയ്യരുത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ആക്സിലേറ്റർ ചവിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ ഇത്ര ആക്സിലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും താക്കൊന്നും വേണ്ട. നമുക്ക് റോഡിനനുസരിച്ച് വണ്ടിക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ചവിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2-3 പേപ്പറിന്റെ കനത്തിന് മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ ആക്സിലേറ്റർ യൂസ് ചെയ്യാവൂ. ഒരു കാരണവശാലും അല്ലാതെ നിങ്ങൾ ഇത്രയും ആക്സിലേറ്റർ ഉണ്ടെങ്കിൽ ഒരുപാട് താക്കൊന്നും ഒന്നും ചെയ്ത് കളയരുത്. അപ്പം 2-3 പേപ്പറിന്റെ കനം മാത്രം. നമുക്കൊരു വണ്ടി ഇപ്പം ഏത് റോഡിൽ കൂടെ പോകണമെങ്കിലും നമ്മുടെ ആ ഗിയറിനനുസരിച്ചും അല്ലെങ്കിൽ ആ സ്പീഡിനനുസരിച്ചും നമ്മൾ ഗിയർ ഡൗൺ ചെയ്തെടുത്തു അല്ലെങ്കിൽ സ്പീഡ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും ആയിക്കോളും. എന്നാലും എന്ത് ചെയ്യരുത്, ആക്സിലേറ്റർ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുകയോ ചെയ്യരുത്. ഒരു 3 പേപ്പർ അല്ലെങ്കിൽ കൂടി വന്ന ഒരു 4 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, ആക്സിലേറ്റർ കൊടുക്കുക. കാരണം കൂടുതൽ കൊടുത്തെന്ന് പറഞ്ഞാലും ആ വണ്ടി വെറുതെ കിടന്ന് റേസിംഗ് ആകുമെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് പെട്രോളും കൂടുതലാവുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കുകയും വേണ്ട. അപ്പം നിങ്ങൾക്ക് പേടിയില്ല, സ്മൂത്തായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ ബ്രേക്ക് കാല് വെക്കേണ്ടത് നിങ്ങൾ ബ്രേക്ക് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ചവിട്ടരുത്. ആ ബ്രേക്ക് കാല് വെക്കേണ്ടത് ഇതുണ്ട്, ഒരു പ്ലേ ഉണ്ട്. നമുക്ക് ആക്സിലേറ്ററിന് പ്ലേ ഉണ്ട്, ബ്രേക്കിന് പ്ലേ ഉണ്ട്, ക്ലച്ചിന് പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗിന് പ്ലേ ഉണ്ട്, ഗിയറിന് പ്ലേ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ സ്റ്റിയറിംഗിനെ പറ്റിയും ഗിയറിനെ പറ്റിയൊക്കെ വേറെ വീഡിയോ ചെയ്യാം. അപ്പം എല്ലാത്തിനും പ്ലേ ഉള്ളതാണ്. അപ്പം ബ്രേക്കിനും പ്ലേ ആണ്. ഈ പ്ലേ മാത്രം എന്ത് ചെയ്താൽ മതി, താഴെ ചെന്ന് മുട്ടിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഇത്രയും ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചവിട്ടൊന്നും ചെയ്യരുത്. കാരണം ഈ നിലത്ത് ഉപ്പൂറ്റി ഉറയ്ക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചവിട്ടുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമ്മളിങ്ങനെ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് ഈ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇത് കണ്ടില്ല, താഴെ ചെന്ന് ആ പ്ലേ ചെന്ന് മുട്ടിയാൽ മാത്രം മതി ബ്രേക്ക് നമുക്ക് കറക്റ്റായിട്ട്. കാരണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത്രയും ബ്രേക്ക് ഉണ്ടെന്നുകൊണ്ട് ഒരു കാരണവശാലും ഫുള്ള് ചവിട്ടി താക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്കും ഇന്ന പോലെ വീഡിയോ ചെയ്യാമോ, ഇന്ന പ്രയാസമാണ് ഏതെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ.